എടാ എന്നെ പറ്റിക്കണ്ടടാ പാമ്പേ. കാലത്ത് തന്നെ ഗെയിം കളിച്ചിരിക്കാതെ ഇതുപോലെ എക്സസൈസ് ചെയ്യാമല്ലോ. തടി കുറഞ്ഞു കിട്ടും. തടി ശരീരം അനങ്ങിയാലൊന്നും തടി കുറയാൻ പോകുന്നില്ല. ചുമ്മാ ഇങ്ങനെ കിടന്ന് ചാടാന്നല്ലാതെ ഒരു പ്രയോജനമില്ല. എടി തമാശ അല്ലടി പറഞ്ഞത്, തടി കുറയും. അങ്ങനെയാണെങ്കിലേ വർഷങ്ങളായിട്ട് കൂപ്പിൽ തടി പിടിക്കുന്ന ആനയുടെ തടി ഇത്തിരിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ആനയെ നീ ഒരുപോലെയാണോ? അതല്ല, ആന കരത്തിട്ട് ഞാൻ വെളുത്തിട്ട്. അതെ, ആനക്ക് ബുദ്ധിയുണ്ട്, നിനക്ക് ബുദ്ധി. ആനക്കുള്ള ഒന്ന് നിനക്കുണ്ട്. അതെന്താ? കൊമ്പ്. ആനയുടെ കൊമ്പ് കാണാം, നിന്റെ കൊമ്പ് കാണത്തില്ല. അതെ, ആനക്കുള്ള ഒന്നും കൂടെ എനിക്കുണ്ട്. എന്താ? ചൊറിയണ വർത്താനം പറഞ്ഞല്ലോ, എന്റെ മതം മനസ്സിലായോ? ആനച്ചോറ് കൊലച്ചോറാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പഴാ മനസ്സിലായത്. കൊച്ചമ്മ ഞാൻ പോട്ടെ. ഇന്നെന്താ ഇത്രയും നേരത്തെ? ഞാൻ പറഞ്ഞില്ല എനിക്ക് അമ്മാവന്റെ വീട്ടിൽ പോണോന്ന്. എന്നോടെപ്പ പറഞ്ഞു? എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് ഉച്ചക്ക് 2 മണിയുടെ ട്രെയിൻ അവക്ക് അമ്മാവന്റെ വീട്ടിൽ പോണോന്ന്. ഓഹോ, പിന്നെന്തൊക്കെ നീ പണിക്കരേട്ടനോട് പറഞ്ഞു? ഞാൻ പണിക്കരേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. പണിക്കരേട്ടൻ എന്നോടാ പറഞ്ഞത് അമ്മാവന്റെ വീട്ടിൽ പോകുമ്പോ വയലറ്റ് ചുരിദാർ തന്നെ ഇടണോന്ന്. എന്താ അടി സഞ്ചിയില്? ഇതൊക്കെ ഇവിടുന്ന് മോട്ടിച്ചോണ്ട് പോവാ അല്ലേ? നിന്നെ ഞാൻ എടുത്ത് കൊടുത്തതാ. അതായത് ഒരു ട്രെയിനിൽ ഒരു പെണ്ണ് ഒറ്റക്ക് പോകുമ്പോ ഇത്തരം മരകായുധങ്ങളൊക്കെ അത്യാവശ്യമല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ സോറി കേട്ടോ, നീ പോക്കോ. ശരി രമണി, ആ പിച്ചാത്തിയൊക്കെ പെട്ടെന്ന് കൊണ്ട് തരണേ. അതെന്തിനാ? നിന്റെ കൂടെ ഇവിടെ പൊറുക്കണമെങ്കിൽ അതൊക്കെ വേണം. സോറി ചന്ദ്ര. ദൈവമേ, സത്യവും നീതി നടത്തിയിരുന്ന ഈ യോഗീശ്വരൻ എന്ത് പറ്റി? അപ്പൊ പണിക്കരായിട്ട് അടി തുടങ്ങിയില്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ ബാറിൽ വന്നത് കട്ടനെ കുടിക്കാനാണ്. എനിക്ക് മനസ്സിലായ സംഭവമൊക്കെ. ഇടയിൽ ബാറല്ല, എന്റെ വീടാ. പണിക്കരായിട്ട് എന്നെ പറഞ്ഞേ, എന്നെ കളിയാക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ എത്ര കുടിച്ചാലും എനിക്ക് സ്ഥലം നിൽക്കുന്ന സ്ഥലം എനിക്ക് ശരിക്കറിയാം. എനിക്കറിയാം. പിന്നെ പണിക്കരായിട്ട് ഞാൻ ഇച്ചിരി പേടെ കുടിച്ചിട്ട് ഇറങ്ങിപ്പോയാലല്ലേ? പണിക്കരായിട്ട് എന്നെ കളിയാക്കുവാണോ? എടാ കളിക്കല്ലേ, ഇതെന്റെ വീടാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്നെ സമൂഹത്തിൽ എന്നെ നിലയും വിലയും കളയാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ആരാണെന്ന് ഓർത്തേ? നിങ്ങൾ അച്ഛനെ പോലെ വളർത്തില്ല മനുഷ്യൻ. ഞാൻ നിങ്ങൾ എന്നെ കളിയാക്കിയിട്ട് എന്നെ വേറെ ഈശ്വര, പോലീസ് സ്റ്റേഷൻ ആയിരുന്നല്ലേ? എടാ ചന്ദ്ര, ഇത് പോലീസ് സ്റ്റേഷനും അല്ല ബാറും അല്ല, ഇതെന്റെ വീടാണ്. പണിക്കരായിട്ട് അങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ എത്ര കുടിച്ചാലും എനിക്കറിയാം എന്റെ വീടാണ്, എന്റെ ഭാര്യ. നിങ്ങൾ അങ്ങനെ സംസാരിച്ച് എന്നെ മനഃപൂർവ്വം എന്നെ കളിയാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല മനുഷ്യൻ. നിങ്ങൾ എന്നെ കളിയാക്കാൻ വേണ്ടി ചെയ്യുന്ന. ചന്ദ്ര ഇറങ്ങിപ്പോ, കമലുവിനെ വിളിക്കും ഞാൻ. സംസാരിക്കണം. നിങ്ങൾ ഞാൻ എങ്ങനെയാ മനുഷ്യ കരുതിയേ? കമലുവിനെ ഇങ്ങോട്ട് വന്നേ. കമലേച്ചി, പണിക്കരേട്ടാ, ഇതന്നെ നിങ്ങളുടെ വീട്? അത് ശരി, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്താ ഇവിടെ? നിങ്ങളുടെ വീടായിരുന്നില്ലേ? ഏതായാലും വന്നാലേ ഒരു ചായ കുടിച്ചിട്ട് പോട്ടോ. എടാ, ഞങ്ങള് പറയേണ്ട കാര്യല്ലേ? അല്ല, അപ്പൊ ഞാൻ പറഞ്ഞാലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്നോ? ഇറങ്ങി പോടാ ഇവിടുന്ന്. ഈ സ്നേഹലാലിനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ നന്നായേനെ. കേക്കത്തില്ല. ഇതാണ് കമലു ചില കുടിയന്മാരുടെ പ്രശ്നം. കള്ളു കുടിച്ച് ബോധം പോയ സ്വന്തം വീട് പോലും മറന്നു. സമൂഹത്തിൻ്റെ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. അത്തരം ചില കഥാപാത്രങ്ങൾ എടുത്തിട്ടാണ് ഞങ്ങൾ മിമിക്രി വേദികളിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകാനും അതിൻ്റെ കോമഡികൾ നിങ്ങളിലേക്ക് എത്താനും വളരെയധികം എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് കള്ളുകുടിയൻ. ഞങ്ങൾ മിമിക്രിക്കാർ ഒരുപാട് കള്ളുകുടിയന്മാരെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ദാമ്പത്യ ജീവിതമാകുമ്പോ ചട്ടിക്കല്ലും പോലെ തട്ടിമുട്ടിക്കിരിക്കും. ഒരു പാലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കിടക്കണം. ഈ പലപ്പോഴും ഈ കള്ളുകുടിയന്മാരെ കാണുന്നത് നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഏത് ലെവലിലുള്ള ആൾക്കാരുടെ ഇടയിലുമുണ്ട്. ഇപ്പം നമ്മളൊരു കവലയിലേക്ക് ചെന്നാൽ അവിടെ ഉണ്ടാകും ഒരു കള്ളുകുടിയൻ. നമ്മൾ കുറച്ച് ടൗണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ നോക്കിയാൽ അവിടെ ഉണ്ടാവും ഒരു കള്ളുകുടിയൻ.
പോരാ, പോത്തെ അവിടുന്ന്. കുറച്ചുകൂടെ ലെവൽ കൂടിയ ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ അവിടുത്തെ ഒരു ഫംഗ്ഷൻ എന്ന് കഴിഞ്ഞാൽ ടൈം കൂട്ടിയിട്ടുണ്ട് വന്ന് അടി തുടങ്ങി ദൂരി കളയുന്ന അത്രയ്ക്കുള്ള കള്ളുകൂടിയന്മാരുണ്ട്. എന്തായാലും ഈ കള്ളുകുടിയന്മാരെ കാണുന്നത്, അവരെ വാച്ച് ചെയ്യുന്നതും അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുന്നതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം, ഈ അടിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ ഭാര്യമാരുടെ പ്രശ്നങ്ങൾ, അവരുടെ സങ്കടം ഓർക്കുമ്പോൾ നമുക്കതിൽ വിഷമമുണ്ട്. നീ ചിരിക്കല്ലേ, ഞാനും എന്റെ മക്കളും നിന്നെ ചോര. എന്തായാലും കള്ളുകുടിയന്മാർ എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ്.